പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ദൈവശാസ്ത്ര ലോകത്തെ അതികായനാണ് കാൾ റാഹ്നർ. ദൈവശാസ്ത്രത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും അദ്ദേഹത്തിന് അഗാധ പാണ്ഡിത്യമാണ്. ഒരിക്കൽ അദ്ദേഹം യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ഏകദിന സെമിനാർ നടത്തി. ആ സെമിനാറിൻ്റെ അവസാനം ചോദ്യോത്തരവേളയായിരുന്നു. യുവതിയുവാക്കൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിൽ ഒരു മിടുക്കൻ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട പ്രൊഫസർ കാൾ റാഹ്നർ, എനിക്കൊരു സംശയമുണ്ട്. ലോകത്ത് വിവിധ രാജ്യങ്ങളിലായി വിവിധ ഭാഷകളിൽ ബൈബിളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലും വീട്ടിലുമൊക്കെ ബൈബിളുണ്ട്. നമുക്കൊന്ന് സങ്കല്പിക്കാം, ഒരു സുപ്രഭാതത്തിൽ ബൈബിൾ മുഴുവനും നശിച്ചുപോയി. ബൈബിളിൻ്റെ ഒരു കോപ്പി പോലുമില്ല. ഡിജിറ്റൽ കോപ്പിയോ റിട്ടൺ കോപ്പിയോ ഒരു കോപ്പിയും ആരുടെ കയ്യിലുമില്ല. ഒരു പുതിയ ബൈബിൾ എഴുതാൻ കഴിയുമോ? ആ ഹാളിലാകെ ഒരു നിശബ്ദത പരന്നു. എല്ലാവരും തലപുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി, എഴുതാൻ പറ്റുമോ? എല്ലാവരുടെയും ശ്രദ്ധ അധ്യക്ഷനിലേക്ക് തിരിഞ്ഞു. കാൾ റാഹ്നർ ഒരു ചെറിയ പുഞ്ചിരിയോടെ ഇങ്ങനെ പറഞ്ഞു, പുതിയ ബൈബിൾ എഴുതാം, പക്ഷേ ആ ബൈബിളിൽ ഒറ്റ വാക്ക് മാത്രമേ കാണൂ, സ്നേഹം. പുതിയ ബൈബിൾ എഴുതാൻ ബുദ്ധിമുട്ടില്ല, ആ ബൈബിളിൽ ഒറ്റ വാക്ക് മാത്രമേ ഉണ്ടാവൂ, സ്നേഹം. അതേ പ്രിയപ്പെട്ടവരെ, ബൈബിൾ മുഴുവനും നമുക്കൊറ്റ വാക്കിൽ സംഗ്രഹിക്കാം, സ്നേഹം. പഴയ നിയമത്തിൽ പിതാവായ ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് കാണിക്കുന്ന സ്നേഹം. പുതിയ നിയമത്തിൽ മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തു മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് കാണിച്ച സ്നേഹം. ബൈബിൾ മുഴുവനും സ്നേഹമാണ്, സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവരാണ്, പരിശ്രമിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്താണ് ഒരു വ്യക്തിയുടെ ആത്മീയതയെ അളക്കാനുള്ള അളവുകോൽ? ഒരു വ്യക്തി എന്തുമാത്രം ആത്മീയ ജീവിതത്തിൽ വളർന്നുവെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ആത്മീയ പിതാക്കന്മാർ പറയും, ഒരു വ്യക്തി എന്തുമാത്രം ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും വളർന്നിട്ടുണ്ടോ അത്രമാത്രം ആത്മീയ വളർച്ച ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകും. ദൈവസ്നേഹവും സഹോദര സ്നേഹവുമാണ് ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയെ അളക്കാനുള്ള അളവുകോല്. അങ്ങനെയെങ്കിൽ ആത്മീയ അധപതനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കാം? സ്നേഹത്തിനെതിരായുള്ള പ്രവൃത്തികൾ, സ്നേഹരാഹിത്യം, വെറുപ്പ്, വിദ്വേഷം, കോപം, മാത്സര്യം, വിഭാഗീയ ചിന്ത, ഇവയൊക്കെ ഈ നിമിഷങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു മേഖലയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. നമ്മളേക്കുള്ള ദൈവകൃപ തടസ്സപ്പെടുത്തുന്ന ഒരു മേഖലയെ നാം ചിന്താവിഷയമാക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ക്ഷമ. ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ ആത്മീയ വളർച്ച പ്രാപിക്കാൻ കഴിയുകയില്ല. ക്ഷമയുടെ ഏറ്റവും വലിയ മാതൃക ദൈവമാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ മുഖം വ്യക്തമായി കാണാം. പിശാചിനെ കൂട്ടുപിടിച്ച് തൻ്റെ പദ്ധതി മുഴുവൻ തകിടം മറിച്ച ആദ്യ മാതാപിതാക്കളോട് ക്ഷമിക്കുന്ന ദൈവം, പിശാചിനെ കൂട്ടുപിടിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ തകർത്തെറിഞ്ഞപ്പോൾ അവർ നഗ്നരായി എന്ന് വചനം പറയുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം, തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു, അത്തി ഇലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചി ഉണ്ടാക്കി. അത്തി ഇലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചി ഉണ്ടാക്കി. അതായത് നഷ്ടപ്പെട്ട ദൈവകൃപ, ദൈവസ്നേഹബന്ധം നേടിയെടുക്കാൻ വേണ്ടി ആദ്യ മാതാപിതാക്കൾ നടത്തുന്ന ഒരു മാനുഷിക പ്രയത്നമാണ് അത്തി ഇലകൾ കൂട്ടിച്ചേർത്ത് അരക്കച്ചി ഉണ്ടാക്കിയത്.
എന്നാൽ പിതാവായ ദൈവത്തിന് മനസ്സിലായി അത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. ദൈവകൃപ നഷ്ടപ്പെട്ടാൽ അത് മനുഷ്യന് നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യന് പരിമിതിയുണ്ട്. ഇതറിഞ്ഞ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം ഇറങ്ങി വരിക. ഇറങ്ങി വന്ന് ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു, ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയും ധരിപ്പിച്ചു. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയും ധരിപ്പിച്ചു. അതായത് അത്തിയിലകൾ ചേർത്തുണ്ടാക്കി ഉടയാട ശാശ്വതമല്ല. അത് വീണ്ടും നഗ്നതയിലേക്കും വീണ്ടും ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കും നയിക്കുമെന്ന് ദൈവം മനസ്സിലാക്കി ഒരിക്കലും നശിച്ചു പോകാത്ത തോലുകൊണ്ടുള്ള ഒരു ഉടയാട ദൈവം ഉണ്ടാക്കി കൊടുത്തു. ഒരിക്കലും നശിച്ചു പോകാൻ സാധിക്കാത്ത തോലുകൊണ്ടുള്ള ഒരു ഉടയാട ദൈവം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം, ദൈവക്ഷമയുടെ ലക്ഷണം. എപ്പോഴൊക്കെ ദൈവകൃപ നഷ്ടപ്പെടുമ്പോൾ ദൈവം ഇറങ്ങി വരും. കാരണം മനുഷ്യന് അത് തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രകടനമല്ലേ പ്രിയപ്പെട്ടവരെ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തും കാൽവരിയിലെ കുരിശുമൊക്കെ. ദൈവം ഇനി ക്ഷമിക്കുന്നത് ആരോടാണ്? കായേനോട്. കായേൻ ആരാ? ആദ്യ മാതാപിതാക്കളുടെ മകനും ആബേലിൻ്റെ സഹോദരനും. തൻ്റെ സഹോദരൻ ആബേലിൻ്റെ ബലിയിൽ ദൈവം പ്രീതിതനായപ്പോൾ ആ കായേൻ അസൂയ മൂത്തു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? വിദ്വേഷവും പടർന്ന് അവൻ തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. കൊന്നുകളഞ്ഞപ്പോൾ കായേൻ അബദ്ധം മനസ്സിലായി. അയ്യോ, അബദ്ധം പിണഞ്ഞു. കാരണം തൻ്റെ സഹോദരൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് നീതിക്ക് വേണ്ടി ദാഹിക്കുകയാണ്. സർവ്വചരാചരവും തനിക്കെതിരെ തിരിഞ്ഞു. അവൻ ദൈവത്തോട് പറയുക, അയ്യോ ദൈവമേ, കാണുന്നവരെല്ലാം ഈ കായേനെ കൊല്ലും. ദൈവമേ, കാണുന്നവരെല്ലാം ഈ കായേനെ കൊല്ലും. ഞാൻ എന്ത് ചെയ്യും? ദൈവം ഇപ്രകാരം പറഞ്ഞു. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 15-ാം വാക്യം, ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരു അടയാളം പതിച്ചു. പ്രിയപ്പെട്ടവരെ, നശിച്ചു പോകുന്ന ലോകം രക്ഷിക്കാൻ വേണ്ടി ദൈവം സ്ഥാപിച്ച അടയാളമല്ലേ കാൽവരിയിലെ കുരിശ്. ഇവിടെ സ്വന്തം സഹോദരനെ കൊന്ന ആദ്യ കൊലപാതകം നടത്തിയ കായോനോടും ക്ഷമിക്കുന്ന ദൈവം, ആരും അവനെ കൊല്ലാതിരിക്കാൻ വേണ്ടി അവൻ്റെ മുകളിൽ ഒരു അടയാളം പതിക്കുന്ന ദൈവത്തിൻ്റെ ക്ഷമ. ക്ഷമയുടെ ഏറ്റവും വലിയ ഉദാത്ത മാതൃക കാണിച്ചുന്നത് കാൽവരിയിലെ കുരിശാണ്. നീതിമാനും ദൈവോത്തരനുമായ തന്നെ, നിഷ്കളങ്കനുമായ തന്നെ അതിദാരുണം കാൽവരിയിലെ കുരിശിൽ കൊന്നവരോട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ഉദാത്തമായ മാതൃക കാണിച്ച യേശുക്രിസ്തു നമ്മുടെയൊക്കെ മാതൃകയാണ്. നമ്മുടെ പൊന്നു തമ്പുരാൻ നമ്മുടെയൊക്കെ മാതൃകയാണ്. വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം നാം ഇപ്പോൾ വായിച്ചു കേട്ടു. അവിടെ പത്രോസ്, ഈശോയുടെ അരുമശിഷ്യനായ പത്രോസ് അടുത്ത് എന്നിട്ട് ചോദിക്കുക ഗുരുവിനോട്, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? 7 പ്രാവശ്യമോ? എന്തുകൊണ്ടാണ് പത്രോസ് ഈ 7 എന്ന നമ്പറിൽ കയറി പിടിച്ചത്? യഹൂദ പാരമ്പര്യമനുസരിച്ച്, റബ്ബിമാരുടെ പഠനമനുസരിച്ച്, തന്നെ ദ്രോഹിക്കുന്ന വ്യക്തിയോട് 3 പ്രാവശ്യം ക്ഷമിച്ചാൽ അയാൾ പരിപൂർണനായി അയാൾ കണ്ടിരുന്നു. 3 പ്രാവശ്യം ക്ഷമിച്ചാൽ അത് പരിപൂർണനായ അയാൾ. അത്രമാത്രം കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പം പത്രോസിന് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഈശോയോട് മുട്ടുമ്പോൾ കുറച്ച് സൂക്ഷിക്കണമെന്ന് പത്രോസിലേക്ക് അറിയാം. 3 എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈശോ വീണ്ടും തന്നെ കളിയാക്കിയാലോ. കാരണം കുറച്ചു മുമ്പ് പത്രോസിൻ്റെ അബദ്ധം പറ്റി. എപ്പോഴാണെന്നറിയാവോ? ഈശോ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ആദ്യ പ്രവചനം നടത്തുകയാണ്. അപ്പോൾ പത്രോസിൻ്റെ ഈശോ വിളിച്ചിട്ട് പറഞ്ഞു, ഈശോയെ, നിനക്കിതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, നിനക്കൊരു സഹനം വരാതിരിക്കട്ടെ. അപ്പോൾ ഈശോ എന്താ പറഞ്ഞ പത്രോസിനോട്? സാത്താനെ, ദൂരെ പോവുക, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അപ്പോൾ പത്രോസിനെ അറിയാം, ഈശോയോട് മുട്ടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അബദ്ധം പണയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പത്രോസ് ലീഗ സകല പഴുതുകൾ അടച്ചാണ് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. പത്രോസ് ലീഗ എന്താ ചെയ്തത്? 3ൻ്റെ കൂടെ ഒരു 3 കൂടെ കൂട്ടി, എന്നിട്ട് 1 കൂടെ ഇട്ട് 7 ഇരിക്കട്ടെ, ഒരു കുറവും വേണ്ട. ബൈബിൾ പഠനമനുസരിച്ച്, ബൈബിൾ നോക്കുകയാണെങ്കിൽ 7 എന്ന നമ്പറിന് വളരെ പ്രാധാന്യമുണ്ട്. 7 പരിപൂർണതയുടെ അടയാളമാണ്. ബൈബിൾ അനുസരിച്ച് 7 പരിപൂർണതയുടെ അടയാളമാണ്. അത് സൃഷ്ടിയുടെയും ദൈവ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. 6 ദിവസം കൊണ്ട് സൃഷ്ടിക്രമം നടത്തിയ ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു. 7 സാബത്താണ്. 7 പൂർണ്ണതയുടെ അടയാളമാണ്. അപ്പോൾ ഈശോ ഇതിനപ്പുറത്തേക്ക് പറയില്ലെന്ന് പത്രോസ് മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോയോട് പറയുക, ഞാൻ 7 പ്രാവശ്യം ശ്രമിച്ചാൽ മതിയോ? ഈശോ എന്താ പറഞ്ഞത്? 7 70 പ്രാവശ്യം എന്ന് പറഞ്ഞ ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്?
കണക്ക് കൂട്ടി നോക്കിയല്ല ക്ഷമിക്കേണ്ടത്. 10 പ്രാവശ്യം, 20 പ്രാവശ്യം, 50 പ്രാവശ്യം അങ്ങനെ കണക്ക് നോക്കിയല്ല ക്ഷമിക്കേണ്ടത്. വ്യവസ്ഥ ഇല്ലാതെ ക്ഷമിക്കണം, പരിധി ഇല്ലാതെ ക്ഷമിക്കണം. നോർത്തേൺ ഇറാഖിലെ മൊസൂൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നതാണിത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര താണ്ഡവമാടിയ ഒരു സ്ഥലമാണ് മൊസൂൾ. ഇവിടെ 12 വയസ്സുകാരിയെ പെൺകുട്ടിയെയും അവളുടെ അമ്മയെയും അവർ അഗ്നിക്കിരയാക്കി. ക്രിസ്ത്യാനികൾ എന്നതിൻ്റെ പേരിൽ അവരുടെ കുടിലിന് ഇവർ തീയിടുകയാണ്. ഇതിൽ ഈ 12 വയസ്സുള്ള പെൺകുട്ടിക്ക് 80% പൊള്ളലേറ്റ് അവൾ അവസാനം അമ്മയുടെ മടിയിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നൊരു വാക്കുണ്ട്, അമ്മേ, അവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അമ്മയും ക്ഷമിക്കണമേ. അമ്മേ, അവരോട് ഞാനും ക്ഷമിച്ചിരിക്കുന്നു, അമ്മയും ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ എങ്ങനെയാ പ്രാർത്ഥിക്കാൻ കഴിയുന്നേ? എന്നെ അത്ഭുതപ്പെടുത്തി. എങ്ങനെയാ പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരെങ്കിലും ഒന്ന് നമ്മളെ കളിയാക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, താഴ്ത്തിക്കെട്ടുമ്പോൾ ശപിക്കുകയും അവരെ പ്രാവുകയൊക്കെ ചെയ്യുന്നവരല്ലേ നാം? ഇവിടെ പെൺകുട്ടി പറയുന്നത് കേട്ടില്ലേ, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. അത് ദൈവകൃപയാണ് പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. വീണ്ടും ബൈബിൾ പഠിപ്പിക്കുന്നു, ക്ഷമ മാനസാന്തരത്തിലേക്ക് നയിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവക്രോധത്തിന് വിട്ടുകൊടുക്കുക. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂട്ടും. അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂട്ടും. അവനെ നീ മാനസാന്തരത്തിലേക്ക് നയിക്കും. ഇതിന് ഏറ്റവും ഉദാഹരണം എനിക്കിഷ്ടപ്പെട്ടത് പൗലോസ്ലീഹയുടെ മാനസാന്തരമാണ്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, എപ്പോൾ, എങ്ങനെയാണ് പൗലോസ്ലീഹ മാനസാന്തരപ്പെട്ടത്? നിങ്ങൾ പറയും, ദമാസ്കസിലേക്കുള്ള യാത്ര, ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിനുള്ള അധികാരപത്രവുമായി ദമാസ്കസിലെ സിനഗോഗുകളിലേക്ക് യാത്ര ചെയ്ത പൗലോസ്ലീഹയ്ക്ക് ഉണ്ടായ ദൈവാനുഭവമാണ് പൗലോസ്ലീഹയെ മാനസാന്തരപ്പെടുത്തിയതെന്ന് പറയും. എന്നാൽ ഇന്ന് പണ്ഡിതന്മാർ പറയും, ഇന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയും, അത് പൗലോസ്ലീഹയുടെ മാനസാന്തരത്തിൻ്റെ 2ാം സ്റ്റേജാണ്. അതിനു മുമ്പേ പൗലോസ്ലീഹ മാനസാന്തരപ്പെട്ടു. എവിടെയാണത്? അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 54-ാം വാക്യം. അവിടെ മുതലാണ് ഇതിൻ്റെ പശ്ചാത്തലം. അവിടെയാണ് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന രംഗം. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 58-ാം വാക്യം പറയുന്നു, സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന ഒരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. ഈ സാവൂളാണ് പിന്നീട് പൗലോസായി മാറിയത്. സാവൂൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രക്തസാക്ഷിത്വം കാണുന്നത്. അനേകം പേരെ കല്ലെറിയുന്നത് കണ്ടിട്ടുണ്ട് ഇദ്ദേഹം കണ്ടിട്ടുണ്ട്, അനേകം പേരെ കല്ലെറിഞ്ഞു കൊല്ലുന്നത്. പക്ഷെ ഇവിടെ ഇതാ ഒരു യുവാവ്, തൻ്റെ പ്രായമുള്ളൊരു യുവാവ് തന്നെ കൊല്ലുന്നവരോട് കൈകൾ നീട്ടി പറയുകയാണ്, ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ, ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ. അതുകൊണ്ട് ബൈബിൾ പണ്ഡിതന്മാർ പറയും, പൗലോസ്ലീഹയുടെ മാനസാന്തരത്തിൻ്റെ ആദ്യ വിത്ത് പാകിയത് സ്റ്റീഫൻ്റെ രക്തസാക്ഷിത്വമാണ്. സ്തെഫാനോസിൻ്റെ രക്തസാക്ഷിത്വമാണ് പൗലോസ്ലീഹയുടെ ആദ്യ മാനസാന്തരം. അതുകൊണ്ട് വചനം സാക്ഷ്യപ്പെടുത്തുന്നു, ക്ഷമ മാനസാന്തരത്തിലേക്ക് നയിക്കും. ഇനിയും ബൈബിൾ പഠിപ്പിക്കുകയാ, പ്രയാസപ്പെടുത്തിയ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ക്ഷമയിൽ വളരാൻ വേണ്ടി പ്രയാസപ്പെടുത്തിയ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കൊച്ചുത്രേസ്യയുടെ ജീവിതമാണ്. കൊച്ചുത്രേസ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കർമ്മലിത്ത മിണ്ടാമഠത്തിൽ അംഗമായിരുന്നു. സഭയിലെ വേദ പാരംഗതയാണ് കൊച്ചുത്രേസ്യ. ആഗോള മിഷൻ്റെ മധ്യസ്ഥയുമാണ്. കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലൊരു സംഭവം ഇങ്ങനെയാണ്. കൊച്ചുത്രേസ്യയുടെ കോൺവെൻറ്റിൽ പ്രായമായ ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. രോഗമൊക്കെയായി വാർദ്ധക്യമായി വളരെ ബുദ്ധിമുട്ടാണ്. ഈ കന്യാസ്ത്രീയുടെ പ്രശ്നം എന്നറിയാവോ? ആരെന്ത് സഹായം ചെയ്താലും കുറ്റമേ പറയൂ, നന്മയൊന്നും പറയൂല. എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കും. അതുകൊണ്ട് കൂടെയുള്ള കന്യാസ്ത്രീകൾക്കെല്ലാം ഈ പ്രായമേ അമ്മയെ നോക്കാൻ മടിയാ. അപ്പോൾ കൊച്ചുത്രേസ്യ എന്ത് ചെയ്ത്, ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തോളാം. എന്നിട്ട് മദറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, മദറെ, ആ അമ്മയെ ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് കൊച്ചുത്രേസ്യ എന്താ ചെയ്യുന്നത്? വളരെ ശാന്തതയോടുകൂടെ ഈ കന്യാസ്ത്രീയെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കിടപ്പുമുറിയിൽ നിന്ന് ഊട്ടുമുറിയിലേക്ക് ഈ പ്രായമായ അമ്മച്ചിയും കൈപിടിച്ച് നടക്കും, ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ. അപ്പോൾ ഈ പ്രായമായ അമ്മ ചോദിക്കുക, ആഹാ,
നീ എന്നെ കളിയാക്കുവാണോ? എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല, ഇച്ചിരി സ്പീഡിൽ അങ്ങ് നടന്നോ. കൊച്ചുരേസി പറഞ്ഞു, ഞാൻ ആകെ ചൂളിപ്പോയി, വല്ലാത്ത വിഷമം തോന്നി. കാരണം ആ പ്രായം അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ കൊച്ചുരേസി ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വീണ്ടും ഊട്ടുമുറിയിലേക്ക് കൊണ്ടുപോവാ. അപ്പോൾ കൊച്ചുരേസ്യ തലേ ദിവസത്തെ കാര്യം ഓർമ്മ വന്നു. കൊച്ചുരേസ്യ എന്ത് ചെയ്ത് കുറച്ച് സ്പീഡ് നടത്തിക്കൊണ്ടുപോയി. അപ്പോൾ ഈ അമ്മ പറയാ, ആഹാ, നിനക്കറിഞ്ഞൂടെ എനിക്ക് പ്രായമായാന്ന്? ഞാൻ വീഴും, പതുക്കെ കൊണ്ടോ. ഇങ്ങനെ എന്ത് ചെയ്താലും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന കന്യാസ്ത്രീ. ഇപ്പോൾ കൊച്ചുരേസി ആകെ തളർന്നുപോയി. പക്ഷേ കൊച്ചുരേസി പറഞ്ഞു, എന്നും ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പോയി ഞാൻ ഈ അമ്മയ്ക്ക് വേണ്ടി ക്ഷമിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് തൻ്റെ ആത്മകഥയിൽ കൊച്ചുത്രേസ്യ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ രണ്ടുപേരും വലിയ ആത്മമിത്രങ്ങളായി മാറി. ആ പ്രായമായ കന്യാസ്ത്രീക്ക് എന്നെ കൂടാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഞങ്ങൾ അത്ര വലിയ സുഹൃത്തുക്കളായി മാറിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ക്ഷമിക്കുമ്പോൾ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ നടക്കും, മാനസാന്തരങ്ങൾ നടക്കും. ഇനിയും ക്ഷമയിൽ വളരാൻ നാം എന്ത് ചെയ്യണം? മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും അവരോടുള്ള നമ്മുടെ മനോഭാവം എപ്രകാരമായിരിക്കണം? മനോഭാവം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്രകാരമാണ് മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ മനോഭാവം? എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലൊരു സംഭവമാണ്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 16-ാം അധ്യായം 5-ാം വാക്യം. ഇതാണ് പശ്ചാത്തലം. ദാവീദ് രാജാവ് തൻ്റെ മകനായ അബ്സലോമിനെ പേടിച്ച് രാജ്യം വിട്ടു പോവുകയാണ്. അബ്സലോം തന്നെ കൊല്ലുമെന്ന് രാജാവിനറിയാം. ദാവീദ് രാജാവ് എന്താ ചെയ്തതെന്നറിയാവോ? തൻ്റെ വിശ്വസ്തരായ അംഗരക്ഷകരെയും കൂട്ടിക്കൊണ്ട് നാട് വിട്ട് പലായനം ചെയ്തു പോവുകയാണ്. ഇങ്ങനെ രാജാവ് പോകും വഴി ഷിമേയ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കണ്ടുമുട്ടുകയാണ്. ആരാണ് ഈ ഷിമേയ്? ദാവീദ് രാജാവിന് മുമ്പ് ഇസ്രായേൽ ഭരിച്ചിരുന്ന സാവൂളിൻ്റെ ബന്ധുവാണ് ഈ ഷിമേയ്. ഈ ഷിമേയ്ക്ക് ദാവീദിനോട് കലിപ്പുണ്ട്, നല്ല കലിപ്പുണ്ട്. കാരണം തൻ്റെ ബന്ധുവിനെ താഴെ ഇറക്കിയ രാജാവായതാണ് ആര്? ദാവീദ്. അതുകൊണ്ട് വലിയ ദേഷ്യമാണ്. ഷിമേയ് എന്ത് ചെയ്തു? ദാവീദിനെ കണ്ടപാടെ ശപിക്കാൻ തുടങ്ങി. നീ നശിച്ചു പോകും, നീ രക്ഷപ്പെടില്ല, നീ ചത്തുപോകും. എന്നിട്ട് എന്തെറിഞ്ഞ് കല്ല് വെച്ചെറിയാൻ തുടങ്ങി. ദാവീദ് രാജാവുണ്ട്, കല്ല് വെച്ചെറിയാൻ തുടങ്ങി. ആർക്കിട്ട് എറിയുന്നതെന്നറിയാവോ? രാജാവിനിട്ട്. സിംഹാസനം നഷ്ടപ്പെട്ടെങ്കിലും രാജാവല്ലാതാകുന്നില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകരിൽ ഒരാൾ പറയുകയാണ്, ദാവീദ് രാജാവെ ഒരു വാക്ക് പറ. ആ അംഗരക്ഷകന്റെ പേര് അഭിഷായി എന്നാണ്. അഭിഷായി. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, രാജാവെ ഒരു വാക്ക് പറ, ഞാൻ അവൻ്റെ തല വെട്ടി അവിടുത്തെ മുമ്പിൽ കൊണ്ടുവെക്കാം. ഒരു വാക്ക് പറ, ഞാൻ അവൻ്റെ തല വെട്ടി ഇവിടെ കൊണ്ടുവെക്കാം. അപ്പോൾ ദാവീദ് പറയുന്ന മറുപടിയാണ് പ്രിയപ്പെട്ടവർ വളരെ പ്രധാനപ്പെട്ടത്. ദാവീദ് പറഞ്ഞു, അവനെ വെറുതെ വിട്ടേക്കൂ, അവൻ ശപിക്കട്ടെ. കർത്താവ് കൽപ്പിച്ചതുകൊണ്ട് എത്ര അവൻ ശപിക്കുന്നത്? കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിക്കും. കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ അനേകം വ്യക്തികളെ അയക്കും, കല്ലെറിയാൻ വേണ്ടി, ശപിക്കാൻ വേണ്ടി. നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനുമൊക്കെ അനേകം വ്യക്തികളെ ദൈവം അയക്കും. അപ്പോഴൊക്കെ അവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അവരെ ക്ഷമിച്ച് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ അവൻ ശപിക്കട്ടെ, ഒരുപക്ഷെ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി, എൻ്റെ നന്മയ്ക്ക് വേണ്ടി അവനെ അയച്ചതാകാം. ഇനി നമുക്ക് സംഭവിക്കുന്ന ക്ഷമ അഭ്യസിക്കുന്നതിന് നമുക്ക് തടസ്സമാകുന്ന കാര്യം എന്താണെന്നറിയാവോ? മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പെരുമിച്ച് കാണിച്ച് അവരുടെ നന്മകൾ മനസ്സിലാക്കാതെ പോകുന്ന അവസ്ഥ. മറ്റുള്ളവരുടെ നന്മകൾ നാം കാണാറില്ല. ഭൂരിഭാഗം പേരും കാണുന്നത് എന്താണ്? കുറ്റങ്ങളും കുറവുകളുമാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36-ാം വാക്യം, പാപിനിയായ ഒരു സ്ത്രീയെ നാം കാണുന്നുണ്ട്. ഈശോ ഫരിസേനായ ശിമയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. അപ്പോൾ പാപിനിയ സ്ത്രീ വന്ന് തൻ്റെ കണ്ണീർ കൊണ്ട് ഈശോയുടെ കാലുകൾ കഴുകുകയും മുടികൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്തു. ഇതാണ് പശ്ചാത്തലം. അപ്പോൾ ഈ സ്ത്രീയെ കണ്ടപ്പോൾ ചുറ്റും നിന്നവരെന്താ പറയുന്നത്? ഈ ഗുരുവിന് ഇവളെ മനസ്സിലായില്ലേ, ഇവളുടെ സ്വഭാവം അറിയത്തില്ലേ, ഇവളൊരു വ്യഭിചാരിയാണ്, പാപിയാണ്, ഗുരു എന്താ മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞ് ഇവളുടെ കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈശോ എന്താ കാണുന്നതെന്നറിയാമോ? അവളുടെ സ്നേഹം, സ്നേഹിക്കാനുള്ള കഴിവ്. അവളെല്ലാം മറന്ന് ഈശോയെ സ്നേഹിക്കുകയാണ്, എല്ലാം മറന്ന്. അതിന് തെളിവെന്താണെന്നറിയാമോ? അവളുടെ അഴിച്ചിട്ട മുടി. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു സ്ത്രീ ഒരിക്കലും പൊതുസ്ഥലത്ത് മുടി അഴിച്ചിടാൻ പാടില്ല. ഒരു സ്ത്രീ വിവാഹം കഴിയുന്നതിനോട് കെട്ടിവെക്കുന്ന മുടി ഒരിക്കലും പൊതുസ്ഥലത്തിറങ്ങുമ്പോൾ അഴിച്ചിടാൻ പാടില്ല. ഇവളിവിടെ അങ്ങനെ അഴിച്ചിട്ടാൽ തന്നെ അത് സംസ്കാര ശൂന്യതയുടെ ലക്ഷണമാണ്, മിതത്വമില്ലായ്മയുടെ ലക്ഷണമാണ്. ഇവിടെ സ്ത്രീ എന്താ ചെയ്യുന്നത്? എല്ലാം മറന്ന് സ്നേഹപൂർവ്വം ഈശോയുടെ കാലുകൾ തൻ്റെ മുടി കൊണ്ട് തുടക്കുകയാണ്.
ഈശോ കാണുന്നത് അവളുടെ സ്നേഹിക്കാനുള്ള കഴിവിനെയാണ്. എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത് ഒരു സംഭവമാണ്. 2 സുഹൃത്തുക്കൾ കടൽ തീരത്തോടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ തർക്കമായി, വാക്കേറ്റമായി. ഒരു കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരനെ കർണക്കുറ്റിക്കിട്ട് ഒറ്റ പൊട്ടീര്. ഈ വേദനയെടുത്ത സുഹൃത്ത് എന്ത് ചെയ്തു? വേദന അടി ഇങ്ങനെ കൊണ്ട് താഴെ കടലിലിരുന്നു. ഇങ്ങനെ ഇരുന്ന് ആ കടൽ തീരത്തിരുന്നു. ഇങ്ങനെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുമിയിട്ട് ഒരു തടവൊക്കെ തടവിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നറിയാവോ? ഈ കടൽ തീരത്ത് ഇങ്ങനെ എഴുതി, എൻ്റെ കൂട്ടുകാരൻ ഇന്നെന്നെ തല്ലി. അവര് യാത്ര മുന്നോട്ട് തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തിരമാല വന്ന് ഈ എഴുതിയിരിക്കുന്നത് മായ്ച്ചു കൊണ്ടുപോയി. വീണ്ടും ഇവരെന്ത് ചെയ്തു? കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ കടലിൽ കുളിക്കാൻ ചാടി. കുളിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഈ അടി കൊണ്ട പാവം സുഹൃത്ത്, അവൻ ബലഹീനനാ. അവനെന്ത് ചെയ്തു? നീന്തറിയത്തില്ലായിരുന്നു. അവൻ ഓളത്തിപ്പെട്ടുപോയി. അപ്പോൾ ആദ്യം അടിച്ച സുഹൃത്ത് എന്ത് ചെയ്യുന്ന വീണ്ടും ചാടി തൻ്റെ സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കുകയാണ്. അവനെ പിടിച്ച് കരയെ കൊണ്ടുപോയിട്ട് എന്നിട്ട് ഇങ്ങനെ വയറ്റിൽ നിന്ന് ഞെക്കി വെള്ളമെല്ലാം കളഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സുഹൃത്ത് റെഡിയായി കഴിഞ്ഞപ്പോൾ ഇവർ എഴുന്നേറ്റ് വീണ്ടും മുമ്പോട്ട് യാത്ര തുടർന്നു. പോകും വഴി ഈ അടി കൊണ്ട അല്ലെങ്കിൽ വെള്ളത്തിൽപ്പെട്ട സുഹൃത്ത് എന്ത് ചെയ്തു? ഒരു പാറ കാണുകയാണ്. പോകും വഴി ഒരു പാറ. ഇവരെന്ത് ചെയ്തു? അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ എഴുതി, ഇന്നെൻ്റെ സുഹൃത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചു. ഇപ്പം മറ്റൊരു അത്ഭുതമായി. ഇവരെന്തായി കാണിക്കുന്നത്? അവൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഈ നേരത്തെ അടിച്ച സുഹൃത്ത് ചോദിക്കുക, എടാ നിന്നെ ഞാൻ ആദ്യം അടിച്ചപ്പോൾ നീ കടൽ തീരത്ത് എഴുതി ഇന്ന് എൻ്റെ സുഹൃത്ത് എന്നെ തല്ലി. നിന്റെ ജീവൻ രക്ഷിച്ചപ്പോൾ നീ ആ മലയുടെ മുകളിൽ കയറി എഴുതി നീ എന്നെ രക്ഷിച്ചു. ഇത് എന്താണ് ഇത്? എനിക്ക് മനസ്സിലാകുന്നില്ലോ എന്ന് ചോദിച്ചു. അപ്പം അവൻ പറയാ, നീ എന്നെ അടിച്ചത് ഞാൻ മറക്കണം. നീ എൻ്റെ കൂട്ടുകാരനാ. നീ ഒരു നിമിഷം നിന്റെ ബലഹീനത കൊണ്ട് എന്നെ തല്ലി. അത് ഞാൻ മറക്കണം. കാരണം അതുകൊണ്ടാണ് ഞാൻ കടൽ തീരത്ത് എഴുതിയത്. തിര വന്ന് മാലിന്യം കൊണ്ടുപോകുന്നത് പോലെ നീ എന്നെ ദ്രോഹിച്ചത് ഞാൻ മറക്കണം. ഇനിയും ഞാൻ പാറപ്പുറത്ത് എഴുതി എന്തിനാണെന്നറിയാവോ? നിന്റെ നന്മ. നീ എൻ്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പാറപ്പുറത്ത് എഴുതിയത്. ഇന്ന് എൻ്റെ സുഹൃത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, കൂടെ ജീവിക്കുന്നവരുടെ പലപ്പോഴും നന്മ കാണാതെ പോകുന്നവരാണ് നാം ഓരോരുത്തരും. എനിക്ക് ക്ഷമിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരിക്കലും എൻ്റെ ആത്മീയപിതാവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, പിതാവേ, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും ദ്രോഹിച്ചു കഴിഞ്ഞാൽ ശപിക്കാനാണ് തോന്നുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം എൻ്റെ ആത്മീയപിതാവിനോട് പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്യണം. ക്ഷമിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചാൽ എങ്ങനെയാച്ചാൽ അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ തോമസ് എന്ന പേര്, ഇപ്പോൾ തോമസ് ദ്രോഹിച്ചെന്ന് കരുതുക. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഈശോയെ, തോമസിനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, തോമസിനെ അനുഗ്രഹിക്കണമേ. ഭാര്യ ഭർത്താവിനെ വേദനിപ്പിക്കുകയാണെങ്കിൽ ഭർത്താവ് എന്തു പറയണം? ഈശോയെ, എൻ്റെ ഭാര്യയോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അവളെ അനുഗ്രഹിക്കണമേ. മക്കൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുമ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ പറയണം, ഈശോയെ, എൻ്റെ മകനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അവനെ അനുഗ്രഹിക്കണമേ. ഈ 2 വാക്കുകളും വരണം. ക്ഷമിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഒരു പ്രാക്ടിക്കൽ, ഒരു സാധ്യതമായ ഒരു കാര്യം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരിശീലിക്കാറുമുണ്ട്. നിങ്ങൾക്കും പരിശീലിക്കാം. അത് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി, ക്ഷമ ചോദിക്കുക, ക്ഷമ കൊടുക്കുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനുഷ്യരായ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ക്ഷമ ചോദിക്കുക, ക്ഷമ കൊടുക്കുക. ഞാൻ പറയുന്നു, കരുണയുടെ ഏറ്റവും വലിയ ലക്ഷണം ക്ഷമ കൊടുക്കാൻ പറ്റുക, ക്ഷമ ചോദിക്കാൻ പറ്റുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഓർക്കാം, ക്ഷമ എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യം പറയുന്നു, ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ, ക്ഷമിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, എന്നെ വന്ന് നിറയണമേ. ക്ഷമിക്കുന്ന ഒരു ക്ഷമയുടെ സ്നേഹം അഭ്യസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, കൈകൾ കൂപ്പാം. കരുണവാനായ ഈശോയെ, ഈ സമയം അത്രയും ഞങ്ങൾ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. ക്ഷമയുടെ ഏറ്റവും വലിയ മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തന്നത് അങ്ങ് തന്നെയാണല്ലോ. സഹോദരനോട് ക്ഷമിക്കാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമല്ലേ അങ്ങ് പറഞ്ഞത്. ഈശോയെ, ജീവിതത്തിൽ അനേകം പ്രാവശ്യം മറ്റുള്ളവർ വേദനിപ്പിച്ചപ്പോഴും കളിയാക്കിയപ്പോഴുമൊക്കെ അവരെ ശപിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളും. ഈശോയെ, ക്ഷമയുടെ മൂല്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല, ക്ഷമയുടെ വില ഞങ്ങൾക്ക് മനസ്സിലായില്ല. ക്ഷമിക്കാനുള്ള വലിയ കൃപ നൽകണമേ.
ഈശോയെ, അങ്ങയുടെ ആത്മാവിൻ്റെ ദാനമാണല്ലോ ക്ഷമ. ആ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചോളണമേ.